നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡ് വിട്ട് യുവൻറ്റസിലേക്ക് പോയ ഘട്ടത്തിലാണല്ലോ എദൻ ഹസാർഡിനെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കുന്നത്. ഹസാർഡിൻ്റെ കരിയറിൽ ഒരു തെറ്റായ കാൽവെപ്പായിരുന്നുവോ ആ ട്രാൻസ്ഫർ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹസാർഡ് പറയുന്നു, അങ്ങനെയല്ല, ഞാൻ ആഗ്രഹിച്ചു പോയതാണ് റയൽ മാഡ്രിഡിലേക്ക്. ചെൽസി വിടുന്ന ആ സീസണിൻ്റെ മുമ്പ് തന്നെ താൻ ഉറപ്പിച്ചിരുന്നു റയൽ വന്നാൽ റയലിലേക്ക് പോകും. തൻ്റെ സ്വപ്നമായിരുന്നു റയലിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. പിന്നെന്താണ് സംഭവിച്ചതെന്നൊക്കെ അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പകരക്കാരനായിട്ടല്ല താൻ പോയത്. CR7 ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് ഇമ്പോസിബിളാണ് എന്നുകൂടി ഇപ്പോൾ എഡൻ ഹസാർഡ് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിലെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഇൻ മൈ മൈൻഡ് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയെ റീപ്ലേസ് ചെയ്യാൻ കഴിയുമെന്ന്. കാരണം അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് അട്ടർലി ഇമ്പോസിബിളാണ്. നമ്മൾ സംസാരിക്കുന്നത് ഏതാണ്ട് എല്ലാ മത്സരത്തിലും ഗോൾ അടിച്ചൊരു കളിക്കാരനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഓഫ് മാച്ചസ്, നമ്പർ ഓഫ് ഗോൾസ് ഇത് നോക്കിയാൽ മാച്ചസിൻ്റെ എണ്ണം ഗോളുകളുടെ എണ്ണത്തേക്കാൾ കുറവാണ്. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എങ്ങനെ റീപ്ലേസ് ചെയ്യാനാണ്? പിന്നെ റയൽ മാഡ്രിഡിലേക്ക് സൈനിങ് എന്നുള്ളത് എൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീമായിരുന്നു. എനിക്ക് ചെൽസിയിലെ ലാസ്റ്റ് സീസണിന് മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെൽസിയിൽ നിൽക്കാം, പക്ഷേ റയൽ മാഡ്രിഡ് എനിക്ക് വേണ്ടി വന്നാൽ ഞാൻ ഇവിടം വിട്ടു പോകും, അതിൽ മറ്റൊരു ചോദ്യമില്ല എന്ന് ഞാൻ ആദ്യം തന്നെ ചെൽസിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതേസമയം തനിക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പരിക്ക് പറ്റി ഒടുവിൽ ഒന്നുമല്ലാതെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിക്കുകയായിരുന്നല്ലോ. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ റയലിലേക്ക് എത്തിയപ്പോൾ ഐ വാസ് ഇൻ ഗ്രേറ്റ് ഷേപ്പ്. പക്ഷെ അതിനുശേഷം PSG കളിയിൽ തോമസ് മുനിയർ എന്നെ പരിക്കേൽപ്പിച്ചു. ആ ഇഞ്ചുറി എല്ലാം നശിപ്പിക്കുകയായിരുന്നു. കാരണം 2-3 കൊല്ലം മുമ്പ് ചെൽസിയിൽ വെച്ച് സെയിം ഇഞ്ചുറി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഞ്ചുറിയിൽ നിന്ന് ഞാൻ തിരികെ വന്നു. ദെൻ വീണ്ടും പരിക്ക് പറ്റി. അതേ ആംഗിളിൽ തന്നെ പിന്നെ ലവാൻഡയ്ക്കെതിരെയുള്ള കളിയിൽ സെയിം ആംഗിളിൽ പരിക്ക് പറ്റി. ദെൻ പ്രോബ്ലംസ് അവിടെ അങ്ങ് തുടങ്ങിയായിരുന്നു. അതാണ് കരിയറിൽ പ്രശ്നമായി തീർന്നത് എന്നുകൂടി അദ്ദേഹം തുറന്നു പറഞ്ഞു. തീർച്ചയായിട്ടും ആ ഒരു റിക്കറിങ് ഇഞ്ചുറി തന്നെയാണ് എദൻ ഹസാർഡിൻ്റെ കരിയർ, എവിടെയോ എത്തേണ്ട ഒരു കരിയർ ഈ രൂപത്തിൽ അവസാനിക്കാൻ കാരണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്തും.